ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിബോസ് വേൾഡ്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തലേ ദിവസം തന്നെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ, ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ കട്ടാക്കിയിട്ട് പൊടിയിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ പുട്ടാണ് കേട്ടോ ഉണ്ടാവുക. അത് എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നാ കേട്ടോ. അവരങ്ങനെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ 2 ദിവസമൊക്കെ വെച്ചാൽ നല്ലപോലെ കട്ടാവും കേട്ടോ. അത് നമ്മൾ അരിപ്പൊടി പോലെ ഇങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നിബൂസിന് പഴം വെച്ചിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേനും അതൊക്കെ വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കരിയാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിബൂസിന് നേരത്തെ തന്നെ എണീറ്റിക്കണം കേട്ടോ. അപ്പോൾ താറ്റ് പോവാന്ന് പറഞ്ഞ് കരിയേനു. അപ്പോൾ നീനും എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഓന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓന് ഉറക്കം ശരിയായിട്ടില്ല, നേരത്തെ എണീറ്റുകൊണ്ട്. അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ കൂട്ടാക്കണില്ല. അപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ ഇരുന്ന് എടുത്തത് താത്താനോടൊക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ ഓന് ഫുഡൊക്കെ കൊടുക്കണേ. പിന്നെ ഞാൻ കറിക്കുള്ള ഉപ്പേരി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് കായ എടുത്ത് വെച്ചു. അതേപോലെ സമ്മന്തി അരക്കാൻ വേണ്ടിക്കാണ്ട് മാങ്ങയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ ഒരുക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. ഉച്ചയായിട്ടാവുമ്പോൾ ഭയങ്കര മടിയേക്കാരം. പിന്നെ അങ്ങനെ മടിച്ചങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ നീനു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, എക്സാമിന് പോകുന്നതിന് മുമ്പ് പണിയൊക്കെ തീർത്തോളെ നിബൂസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാട്ടോ പണിയൊക്കെ എടുക്കുന്നത്. പിന്നെ ഇതാ ചമ്മന്തിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഈ ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതിക്ക് തേങ്ങയൊക്കെ കൂട്ടി മാങ്ങയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചീരമുളകൊക്കെ കൂട്ടിയിട്ട് അരച്ച ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് മൊത്തം നീനുവിന് കൊടുത്തോള് തിന്നും. ഓള് അത്രയും അതിൻ്റെ ഒരു ഫാനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഉപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കി. പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കുന്നുണ്ട് ഉമ്മയൊക്കെ, സ്കൂൾ പൂട്ടിയിട്ട് എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. പിന്നെ അപ്പോൾ അനിയത്തി പറഞ്ഞു അടുത്ത ആഴ്ച വന്നാൽ മതിയെന്ന്. അനിയത്തിക്ക് അടുത്ത ആഴ്ച വരാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആഴ്ച എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല, ഇക്കാൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ട് കേട്ടോ, മൗലൂദുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അനിയത്തി വരുന്ന സമയത്ത് അടുത്ത ആഴ്ച പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ മദ്രസ ഉള്ളതുകൊണ്ട് കൂടുതൽ ദിവസം നിൽക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പേരിയും ചമ്മന്തിയൊക്കെ റെഡിയായി. ചോറൊക്കെ ഊറ്റി വെച്ച്. പിന്നെ ഞാൻ റൂമിലിരുന്നപ്പോൾ നിബൂസിനെ കാണാനില്ല കേട്ടോ. ഓനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയതേനു. അപ്പോൾ പെട്ടെന്ന് ഓടി വന്നിക്കുകയാണ്. ഇവിടെ അയൽവാസി എനിക്കൊരു ഇത് തന്നീന് കേട്ടോ, മൈസൂർ പഴത്തിൻ്റെ. അത് വന്നിക്കണ്ട് തിന്നാണ് ഓന്. അതിൻ്റെ തൊലി പോലും കളഞ്ഞിട്ടില്ല. അപ്പോൾ അടുക്കളയിൽ ഇരുന്നവന് തിന്നാനുള്ളതാണെന്നൊക്കെ ഓനറിയാം. അപ്പോൾ അടുക്കളൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്നിക്കണ്ട് അത് തിന്നാണ്. ഞാൻ വറക്കിൻ്റെ ചോട്ടിക്ക് നീക്കി വെച്ചിരുന്നു. അതൊക്കെ ഓൻ കണ്ടെടുത്ത് നല്ല തീറ്റിയിലാണ് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി വെണ്ടയ്ക്കയും തക്കാളിയും തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടി കണ്ട് നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഓന് കഞ്ഞിയൊക്കെ കൊടുത്തു. അങ്ങനെ ഇവിടെ ഇക്കാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ തേങ്ങ അരച്ച കറി ഇഷ്ടം. പൊതുവേ ഞങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. ഞാനും നീനും നിത്തു ഞങ്ങളൊന്നും അങ്ങനെ തേങ്ങ അരച്ച കറിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇക്കാക്ക് പൊരിച്ചൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മക്കൾക്കൊന്നും ഇപ്പോൾ വെജിറ്റേറിയൻ അങ്ങനത്തെ ഒന്നും കൂടുതൽ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഓൽക്ക് മീൻ പൊരിച്ചതുണ്ടാക്കി. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇതാ ഇക്ക നിബൂസിനെയും കൊണ്ടുകണ്ട് നിത്തുവിനെ സ്കൂൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകാം കേട്ടോ. ഓൾക്ക് 12:30 വരെ ഉള്ളൂ കേട്ടോ എക്സാം. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ടുവരാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓളെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നിബൂസിന് തന്നെ മുകളിൽ ഇരുന്ന് ബോറടിച്ചതുകൊണ്ട് ഇക്ക എങ്ങോട്ട് പോവുകയാണെങ്കിലും ഇക്കാൻ്റെ കൂടെ പോകണം. അപ്പോൾ ഓനെയും കൊണ്ടാണ് പോകണത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതാ നീനു എക്സാമിന് പോകാൻ വേണ്ടി കണ്ട് നിൽക്കുകയാണ്. ഓൾക്ക് 1:30-ക്കാണ് എക്സാം. അപ്പോൾ മീഷോന്നെടുത്ത് ചെരുപ്പ് എല്ലാവർക്കും പറ്റിക്കണം. ഇതിൻ്റെ ലിങ്കിൻ്റെ ഫ്രണ്ട്സാക്കൊക്കെ വിട്ടു കൊടുക്കണം എന്നൊക്കെ പറയാണ് ഓള്. അപ്പോൾ ഓള് എക്സാമിന് പോകാൻ വേണ്ടി കണ്ട് ഇറങ്ങി. അപ്പത്തിന് ഇതാക്കി നിത്തുവിനെ കൊണ്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഈ ബൂസിനെ ഉറക്കി ഞങ്ങളും കുറച്ച് സമയമൊക്കെ ഉറങ്ങി കേട്ടോ എല്ലാവരും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വക ചിലവുണ്ടായിരുന്നു. അപ്പോൾ ബ്രോസ്റ്റും ഉബൂസൊക്കെ കൊടുന്നിക്കണം കേട്ടോ. ഇക്ക ഓല കൂടെ കഴിക്കൂല. ഇക്ക എന്ത് ചിലവുണ്ടെങ്കിലും അത് വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ബ്രോസ്റ്റും ഇതൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.